അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ അന്വേഷണ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസാൽത്താരയിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിന്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു. നിന്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ ഉത്തരവാദിത്തങ്ങളെയും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം അടിപ്പഴ പോലെ വൈതാക്കളം പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളിലേക്ക് ആവർത്തിക്കണമേ. ശിരസ് മുതൽ ഉള്ളംകാൽ വരെയുള്ള എല്ലാ കോശങ്ങളും പേശികളും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കിടപ്പ് രോഗികളെ സ്പർശിക്കണമേ. അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി എല്ലാ രോഗികളും ആവശ്യിക്കട്ടെ. കൃപാസനം അൾത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ നിന്റെ കുടുംബവും സൗഖ്യം പ്രാപിക്കുകയും കർത്താവെ, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ ആലോചിച്ച കർത്താവെ, ഞാൻ ഈ ഭവനത്തിന്, ഈ പ്രാർത്ഥന കൂടുന്ന ഭവനത്തിന്, ആ വ്യക്തികൾക്ക് നിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിലെ സമാധാനം ആശംസിക്കുന്നു. സമാധാനത്തിനെതിരെ അവർക്കെതിരെ വരുന്ന വ്യക്തികളെ, ശക്തികളെ എല്ലാം യേശുക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു. നിന്റെ യാത്ര കർത്താവ് ആശീർവദിക്കട്ടെ. നിന്റെ സംസാരങ്ങൾ, ഉദ്യമങ്ങൾ, ഉദ്യോഗജനകമായ നിന്റെ എല്ലാ നടപടികളെയും, നിന്റെ ഇടപാടുകളെയും ബന്ധങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ നിന്നെ അലട്ടുന്ന, നിന്നെ സങ്കടപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന വ്യക്തികൾ, വിഷയങ്ങളുടെ മേലെല്ലാം സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ വലിയ ദൈവികമായ ശക്തിയാൽ നീ വിടുവിക്കപ്പെടുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗങ്ങൾ, എൻ്റെ കർത്താവിനുമായ നാമത്തിൽ ശാപങ്ങൾ, എൻ്റെ കർത്താവിനുമായ നാമത്തിൽ തടസ്സങ്ങൾ,
യേശുവിൻ്റെ നാമം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നുള്ള ഓരോ ദിവസവും, ഓരോ നിശ്വാസവും, ഓരോ ഇടപെടലുകളും ഇടപാടുകളും, ഓരോ നിയോഗങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഡെയിലി ബ്രെഡ് എന്ന കർത്താവിൻ്റെ വിശുദ്ധ വചനത്തിൻ്റെ കൈമാറ്റത്തിനായി കാതോർക്കുന്ന എല്ലാ മക്കളും ദൈവത്തിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നതിനായി സ്വയം സമർപ്പിതരായിട്ട് വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ കരുണ സർവോപരി കൃപയ്ക്കന്മേൽ കൃപയായി ലഭിക്കുകയും, കർത്താവെ, നിൻ്റെ നാമത്തെ അനുഭവിച്ച് മറ്റു മക്കൾക്ക് ആ അനുഭവത്തെ ശക്തിയോടെ ദൈവസ്നേഹത്തോടെ കൈമാറിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ ഉത്തരോത്തരമായ വലിയ അനുഗ്രഹമായി നീ മാറാൻ, നീ ഭൂമിക്ക് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് കർത്താവെ, നീ അബ്രഹാത്തെ ആശീർവദിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ ആശീർവാദം കൂടുന്ന മക്കൾ, ഈ ആശീർവാദം സ്വീകരിക്കുന്ന മക്കൾ, അവർ എടുക്കുന്ന ഉദ്യമങ്ങൾ ആളുടെ വിഷയത്തിൽ ഇടപെട്ടാലും അത് അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടി അനുഗ്രഹത്തിനെതിരെ നിൽക്കുന്ന, അതിൻ്റെ തടസ്സം നിൽക്കുന്ന എല്ലാ ശക്തികളെയും എല്ലാ ഈശ്വരനാഥ് ബന്ധിക്കുന്നു. നിൻ്റെ യാത്ര, നിൻ്റെ ജോലി, നിൻ്റെ സംസാരം, നിൻ്റെ ഇടപാടുകൾ, നിൻ്റെ കൈയൊപ്പുകൾ എവിടെ ചാർത്തപ്പെടുന്നുവോ അതെല്ലാം സഫലമായി വരാനും ശുഭമായി വരാനും പരിശുദ്ധമ്മ ദേവമാതാവിന് നിൻ്റെ ഇന്നത്തെ ദിവസത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് സർവ്വകാര്യങ്ങളും നീ തിരിച്ച് രാത്രിയിൽ വിശ്രമിക്കാൻ പ്രവേശിക്കുന്നത് വരെ ഈ അനുഗ്രഹത്തിൻ്റെ ശക്തി മനസ്സ്, ശരീരം, ആത്മാവ്, ജീവിതത്തിൻ്റെ ഓരോ ഇടപെടലുകളിലും നിറഞ്ഞു നിൽക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ വലിയ അനുഗ്രഹങ്ങളൊക്കെ കൈപ്പറ്റിയിരിക്കുന്ന ആൾക്കാരുടെ നിലപാടുകൾ നമ്മൾ വളരെ അടുത്ത് ചെന്ന് സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ടതാണ്. ഈ റബേക്കയ്ക്ക് എങ്ങനെയാണ്, റബേക്ക എന്ന് പറയണത് ആരാണ്? നമ്മുടെ ഇസഹാക്കിൻ്റെ ഭാര്യയാണ്. അപ്പോൾ റബേക്കയ്ക്ക് എങ്ങനെയാണ് ഇസഹാക്കിന് കിട്ടിയത്? ഒന്ന് അവളുടെ മനസ്സിൻ്റെ പുണ്യം കൊണ്ടാണ്. അതായത് അത് ആ ഒരു മെത്തേഡ് ഒരു റബേക്ക ജീവിതത്തിൽ പുലർത്തിയിരുന്ന ഒരു മെത്തേഡുണ്ട്. അത് സുവിശേഷം വളരെ ആഘോഷമായിട്ടാണ് പ്രഘോഷിക്കുന്നത്. തന്നോട് ഒരു ഉപകാരം ചോദിച്ചാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞവളെപ്പോലെ അവൾ പെരുമാറും. ഉദാഹരണത്തിന് എബ്രഹാത്തിൻ്റെ ഭൃത്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ യജമാനൻ്റെ മകനെ ഒരു ജീവിത പങ്കാളിയെ അന്വേഷിച്ച് അദ്ദേഹത്തെ ഉടമ്പടി ചെയ്തിട്ട് എബ്രഹാം വിടുകയാണ്, തൻ്റെ ജന്മനാട്ടിലോട്ട് വിടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇയാൾ കൺഫ്യൂഷനാണ്. ഇയാൾ ഫസ്റ്റ് ടൈം ഹീസ് ഗോയിങ്, ആദ്യമാണ് ഇയാൾ ആ നാട്ടിലോട്ട് പോണത്. നോ ബഡീസ് വിത്ത് ഹിം എക്സെപ്റ്റ് ഗോഡ്. ദൈവത്തിൻ്റെ ദൂതനല്ലാതെ ആരും ഈ എബ്രഹാത്തിൻ്റെ ഭൃത്യൻ്റെ കൂടെ ഇല്ല. പക്ഷേ അറിയാത്ത രാജ്യത്തിലേക്ക്, അറിയാത്ത ഒരു വിഷയത്തിനായിട്ട് ഒത്തിരിയേറെ റിസ്ക്കുകളും കടമ്പകളും കടന്ന് നിറവേറ്റേണ്ട കാര്യങ്ങൾക്ക് ഈ മനുഷ്യനെ എബ്രഹാം ആശ്രയിച്ച് വിടുകയാണ്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, എബ്രഹാത്തിൻ്റെ ഈ ഭൃത്യൻ എബ്രഹാത്തിൻ്റെ ആശീർവാദത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതാണ് എൻ്റെ വിഷയം. ഭൃത്യൻ എബ്രഹാത്തിൻ്റെ ആശീർവാദത്തിൽ വിശ്വസിക്കുന്നു. പിന്നെ എബ്രഹാം ഈ ഭൃത്യനിൽ വിശ്വസിക്കുന്നുണ്ട്. എന്താ കാര്യം? ഇവൻ ഞാൻ പറയുന്നത് അക്ഷരം പള്ളിപുള്ളി ഇല്ലാതെ അതിനേക്കാൾ മനോഹരമായിട്ട് അവൻ ചെയ്തു കൊണ്ടുവരും. അല്ലാതെ നമ്മൾ ഒപ്പിച്ചുണ്ടാക്കുക, അങ്ങനെ വല്ലപാടും ഒരു ക്രിയ പോക്കുക, ശ്ലോകത്തിൽ കഴിക്കുക, ഷോട്ട് എടുക്കുക, ചെയ്താന്ന് ചോദിച്ചാൽ ചെയ്ത് പൂർത്തിയാക്കി വെച്ചാൽ പൂർത്തിയാക്കി, അങ്ങനെ ഓരോ തരികിട കാണിക്കത്തില്ല. അതാണ് ആ ഭൃത്യന്, എബ്രഹാത്തിന് ആ ഭൃത്യനിലുള്ള വിശ്വാസത്തിന് പ്രധാനപ്പെട്ട കാര്യം. എബ്രഹാത്തിന് ഒത്തിരി ഭൃത്യന്മാരുണ്ട്, പക്ഷെ സെലക്ട് ചെയ്യപ്പെടുന്നത് ഒരാൾ മാത്രമാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, ആശങ്കകൾ. അത് എബ്രഹാത്തിനോട് തന്നെ ചോദിക്കും. ഈ ഇസഹാക്കിൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ അങ്ങയുടെ നാട്ടിൽ ചെന്ന് കാണുമ്പോഴേ അവർ എൻ്റെ കൂടെ വരാൻ സമ്മതിക്കണില്ലെങ്കിൽ അതിൻ്റെ പേരിൽ എൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകരുതെന്ന് പറയും. അപ്പോൾ അതെല്ലാം ഗ്യാരണ്ടി. അയാളുടെ ആ ഉടമ്പടിയുടെ ബലം അയാൾക്കറിയാം, ഉടമ്പടി ഫലിക്കുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് എബ്രഹാം പറയും, ഇല്ല, അങ്ങനെ അവൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ഉടമ്പടി ഇന്ന് റിലീവ്ഡ് ആണ് എന്ന് പറയും. അപ്പോൾ എന്ത് ഉത്തരവാദിത്വത്തിന് ഇവർ രണ്ടുപേരും അത് ചെയ്യണമെന്ന് വെക്കുന്നത്? ആ ഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 24-ാം അധ്യായം.
1 മുതലുള്ള തിരുവചനങ്ങൾ. അബ്രാഹത്തിന് പ്രായമേറെയായി. കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തന്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു, നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴെ വയ്ക്കുക. ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാന്യാനരുടെ പെൺമക്കളിൽ നിന്ന് എൻ്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും. എൻ്റെ നാട്ടിൽ എൻ്റെ വിഷയം എന്തെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ സത്യം ചെയ്താൽ അവൻ ബൈൻഡഡ് ആണ്. അവൻ അതാണ് ആ ഉടമ്പടിയുടെ എതിർ കക്ഷി എന്ന് പറയുന്നത്. അയാൾ ആ ഉടമ്പടിയോടുള്ള വിശ്വസ്തതയാണ് പറയണത്. എന്താണ്? അയാളെ വിശ്വസിക്കുന്നു. എന്താണ്? കനന്യയുടെ ദേശത്ത് നിന്ന് ഇസഹാക്കിന് വേണ്ടി പെണ്ണെടുക്കത്തില്ലെന്ന് ആ മനുഷ്യനെ കൊണ്ട് ആദ്യം സത്യം ചെയ്യിപ്പിക്കും. അദ്ദേഹം പാലിക്കും എന്ന് എബ്രഹാം അദ്ദേഹം വിശ്വസിക്കുന്നു. പക്ഷേ എബ്രഹാത്തിൻ്റെ വാക്കനുസരിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നും ഈ ഭൃത്യനും വിശ്വസിക്കുന്നുണ്ട്. അയാൾ അത് കേട്ടിട്ട് എബ്രഹാത്തിനോട് പറയുന്നൊരു വാക്ക് നോക്കിയേ. ഉൽപ്പത്തി 24:5. അപ്പോൾ ദാസൻ ചോദിച്ചു, ആ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ? അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. അതാണ് ബൈബിൾ മുഴുവനും പറയുന്നൊരു സംഭവം. എല്ലാ യാത്രയിലും ദൈവത്തിൻ്റെ ദൂതനെ അയക്കും. പക്ഷേ എന്താണെന്ന് ഒരു ശക്തമായ നിലപാടുണ്ട്. എന്താണ്? എന്ത് ജീവിത പങ്കാളി ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിയാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരു ആണിനെ കെട്ടിയാൻ പറ്റത്തില്ല. അത് ഞാൻ വിട്ടുപോകുന്ന ഉപേക്ഷിച്ച് പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ തിരികെ എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ ജീവിതത്തെ നീ കൊണ്ടുപോകരുത്. അതൊരു നിലപാടാണത്. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ കൃപയിൽ വന്നവരെ അത് നഷ്ടപ്പെടുന്ന ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ലെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ദൂതൻ ഇറങ്ങണത്. എന്താണ്? നമ്മൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കി നമ്മൾ കെട്ടിയിലേക്ക് കെട്ടത്തില്ല, പക്ഷെ എന്നാലും ദൈവത്തെ വിട്ട് നിൽക്കത്തില്ല എന്നൊരു നിലപാടില്ലേ? ആ നിലപാട് വ്യക്തമാക്കി കഴിയുമ്പോൾ എന്ത് പറ്റും? ദൈവം തന്നെ ആ വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കും. ഇത് ഈ വിഷയത്തിലല്ല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ. ഇപ്പം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കണില്ലേ? അതായത് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുണ്യം എനിക്ക് വേണ്ട എന്ന് ഒരു ദൈവ പൈതൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തില്ല. എന്താ കാര്യം? അവന് ഗ്യാരണ്ടി ദൈവം തന്നെയായിരിക്കും. ഇത് ആധ്യാത്മികതയുടെ അത് അടിസ്ഥാന ഘടകമാണിത്. നമ്മൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അതേസമയം തന്നെ നമ്മൾ നിലപാടെടുക്കണം. എന്ത് നിലപാടെടുക്കേണ്ടത്? അതായത് ഞാൻ പ്രലോഭനത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് ലോകജടികമായ ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ട് എൻ്റെ ദൈവത്തിന് നിരക്കാത്തൊരു കാര്യങ്ങളിലേക്ക് എനിക്ക് ആനുകൂല്യം അവതാരം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അധ്യാത്മ ജീവിതം ഒരു നിലപാടാണ്, ധൈര്യത്തോടുകൂടി നിലപാടാണ്. അപ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ റിസ്ക്കാണ്. അതുകൊണ്ടാണ് ദൈവം ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ വിടും. എന്താ കാര്യം? നീ ഇങ്ങനെയുള്ള ആൾ ദൈവത്തിന് പ്രഷ്യസാണ്. അവൻ നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ നിർമ്മലനായി മാറുക എന്ന് പറയുന്നത് ഒരു നിലപാടുള്ള ജീവിതമാണ്. മുൻപ് കാലം കുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫിലിപ്പി 3:16 എടുത്തേ. എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാവണം നമ്മുടെ പ്രവർത്തനം. അപ്പം നോൻപ് അവസാനിക്കുന്ന കാലഘട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ നോൻപിൽ നേടിയെടുത്ത പുണ്യങ്ങളെ നോൻപ് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകരുത്. എബ്രഹാം അതാണ് പറയണത്. അവൾ ഈ നാട്ടിലേക്ക് വരാൻ വിസമ്മതിച്ചാലും ഞാൻ വിട്ടുപോകുന്ന ആ നാട്ടിലേക്ക് എൻ്റെ മകനെ നീ തിരികെ കൊണ്ടുപോകരുത്. ഇത് ഒരു നിശ്ചയദാർഢ്യമാണ്, ഒരു നിലപാടാണ്. ദൈവ പൈതലായിട്ട് നിലനിൽക്കണമെന്നുള്ള അതമ്യമായ ആഗ്രഹമുണ്ടവനെ സംരക്ഷിക്കേണ്ട ബാധ്യത ദൈവത്തിൻ്റെ, ആ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ദൈവത്തിൻ്റെതാവും. അപ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാകുന്ന രീതി വേണം ജീവിതം നമ്മൾ സുവിശേഷവിധമായി പുനഃക്രമീകരിക്കാൻ. എൻ്റെ പേര് രാജി. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. ഞാൻ UK-ലെ നഴ്സായി ജോലി ചെയ്യുകയാണ്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2021 നവംബർ 19 ഞാൻ ഇവിടെ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ
2021 ഫെബ്രുവരി അവസാനം 28-ാം തീയതി കോവിഡിൻ്റെ വാക്സിൻ, രണ്ടാമത്തെ വാക്സിൻ എടുക്കുകയും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് എനിക്ക് അതിശക്തമായ തലവേദന ഉണ്ടാകുകയും ബ്ലഡ് പ്രഷർ കൂടുകയും എനിക്കൊരു ഫേഷ്യൽ പാലസി പോലെയൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തത് കാരണം ഞാൻ UK-ൽ അവിടുത്തെ എൻ്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗത്തിൽ എത്തപ്പെട്ടു. അവിടെ വെച്ച് ഡോക്ടർ ഒരു CT ചെയ്തു. CTയിൽ ഒരു ഇൻസിഡൻ്റൽ ഫൈൻഡിങ് ഉണ്ടായി. അതായത് ഒരു കണ്ടുപിടുത്തം ഉണ്ടായി. എൻ്റെ തലയിൽ ഒരു ലീഷൻ ഉണ്ടെന്നുള്ളത്, അതായത് ഒരു ഗ്രോത്ത് ഉണ്ടെന്നുള്ളത്. അപ്പം അന്ന് കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളത് കാരണം ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് കാർ പാർക്കിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവർ എന്നോടാണ് എൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ അവരെന്നെ അഡ്മിറ്റ് ആക്കാനായിട്ട് ഒരു റൂമിൽ കൊണ്ടുചെന്നപ്പോഴത്തേക്കിന് ഞാൻ ചോദിച്ചു എനിക്ക് എന്താണ് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ തലയിൽ ഇതുപോലെ ഒരു ലീഷൻ ഉണ്ടെന്നും അതൊന്നെങ്കിൽ ഒരു പ്രൈമറി ബ്രെയിൻ ട്യൂമർ ആകാം, അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് ആകാം, അല്ലെങ്കിൽ മെനിഞ്ചോമ. ഈ മൂന്നിലേതെങ്കിലും ഒന്നാകാം. നഴ്സുമാരെല്ലാം മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും അറിയാം ഈ മൂന്നും എന്താണെന്നുള്ളത്. അപ്പം ഇത് എന്നോടാണ് പറയുന്നത്. അപ്പം പ്രൈമറി ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൽ ആദ്യമായിട്ടുണ്ടായി അത് ഉള്ളൊരു ക്യാൻസറസ് ട്യൂമറാണ്. മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ശരീരഭാഗത്തു നിന്ന് ബ്രെയിനിലെത്തിയതാകാം. മെനിഞ്ചിയോമ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഒരു കവറിങ് ഉണ്ട്, അവിടെ ഉണ്ടാകുന്ന ഒരു ട്യൂമറാണ്. പക്ഷെ അത് ക്യാൻസറസ് അല്ല, അത് പകരത്തില്ല, വേറെ സ്ഥലങ്ങളിലോട്ട് പടരത്തില്ല. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ 3 ദിവസം അഡ്മിറ്റ് ആകുകയും അവർ 90% അത് മെനിഞ്ചിയോമ തന്നെ ആകാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ന്യൂറോ സർജൻ ഉള്ള ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്തു. ന്യൂറോ സർജനെ കണ്ടു. 2021 സെപ്റ്റംബർ 29-ാം തീയതി എനിക്ക് സർജറിക്ക് ഡേറ്റ് കിട്ടി. അപ്പം സർജറിക്ക് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പം ആ ഡേറ്റിനോടനുബന്ധിച്ച് എനിക്ക് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഡോക്ടേഴ്സ് പറഞ്ഞു ഗൂഗിളൊന്നും സെർച്ച് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു വിട്ടാലും എല്ലാവരെയും പോലെ ഞാനും എപ്പോഴും ഗൂഗിളിലായിരുന്നു. ഈ സർജറി കഴിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അത് ഈ സർജറിക്ക് മുമ്പായിട്ട് അവിടുത്തെ രീതി അനുസരിച്ച് നമ്മളെ കൺസെൻറ്റ് സൈൻ ചെയ്യിക്കാനായിട്ട് എന്നെ ഹസ്ബൻഡിനും അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഡോക്ടർ എല്ലാ കാര്യങ്ങളും എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു എന്തൊക്കെയായിരിക്കും നടക്കുന്നത്, സർജറി കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം പറഞ്ഞു. അതായത് എൻ്റെ ട്യൂമർ ഇരിക്കുന്ന സ്ഥലം വെച്ചിട്ട് എനിക്ക് വരാവുന്ന കോംപ്ലിക്കേഷൻസുകൾ ഒന്നുകിൽ എൻ്റെ കാഴ്ചശക്തി പോകാം, കേൾവിശക്തി പോകാം, അല്ലെങ്കിൽ എനിക്ക് റൈറ്റ് സൈഡിൽ ട്യൂമർ ആയതുകൊണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡ് തളർന്നു പോകാം, പിന്നെ ഡെത്ത്. ഇപ്പം എനിക്ക് മരിക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്കൊരു കോംപ്ലിക്കേഷൻസോടുകൂടി ജീവിക്കുന്നത് എനിക്ക് ഒട്ടും ഓർക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇതറിഞ്ഞു. അങ്ങനെ കുറേ പേരൊക്കെ എനിക്ക് പ്രെയർ ഇവിടുത്തെ കൃപാസനത്തിലെ ലിങ്കുകൾ അയച്ചു തരാൻ തുടങ്ങി. ആദ്യമൊന്നും ഞാനിത് ഓപ്പണൊന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം ഞാൻ ഉറക്കമില്ലാതിരുന്നപ്പോൾ ഒരു ദിവസം ഞാനൊരു ലിങ്ക് ഓപ്പൺ ചെയ്തു. അതിൽ അച്ഛൻ്റെ ഒരു ടോക്കിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അതിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞു ഒരു ചേച്ചിക്ക് ട്യൂമറായിരുന്നു, ബ്രെയിൻ ട്യൂമറായിരുന്നു. അവർ നെക്സ്റ്റ് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു, ഉടമ്പടിയൊക്കെ എടുത്തു. അവർ നെക്സ്റ്റ് സ്കാനിങ്ങിൽ അവരുടെ ട്യൂമർ അപ്രത്യക്ഷമായി എന്നാണ് ഞാൻ ഫസ്റ്റ് ഇവിടുത്തെ ഒരു വീഡിയോ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി. കാരണം എൻ്റെ കാര്യം എൻ്റെ സിമിലറായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക്. അപ്പം കൂടുതൽ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടു, ഒത്തിരി ഉടമ്പടി ധ്യാനങ്ങൾ, അതെല്ലാം നേരത്തെ ധ്യാനങ്ങളാണ് അതെല്ലാം കേൾക്കുന്നത്. അങ്ങനെ വന്ന് ഒരുപാട് പേരുടെ സാക്ഷ്യത്തിലുണ്ട് അവർ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസിനെ ആയിരുന്നു എനിക്ക് ഏറ്റവും പേടി. അപ്പം ഞാനും ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാനും യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് എങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ചെയ്യാമെന്ന് ഞാനും കണ്ടുപിടിച്ചു. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. അപ്പം ഞാൻ ഫസ്റ്റ് അതിൻ്റെ ലിങ്കൊക്കെ എടുത്ത് ഞാൻ ഫസ്റ്റ് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അതായത് എൻ്റെ സർജറി കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നടക്കണമെന്ന്. അങ്ങനെ എനിക്ക് സെപ്റ്റംബർ 29, 2021 എനിക്ക് സർജറിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ 28-ാം തീയതി ഉച്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അപ്പോഴും കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് കാരണം
ഞങ്ങൾ ഫാമിലിയായിട്ട് ഐസൊലേറ്റ് ചെയ്ത് കോവിഡ് ടെസ്റ്റ് എല്ലാം എടുത്ത് ഞാൻ മാത്രമാണ് ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ. അങ്ങനെ അവിടെ എത്തി. ആ 28-ാം തീയതി രാത്രി തൊട്ടുള്ള എൻ്റെ വൈറ്റൽസ് ചെക്ക് ചെയ്യുമ്പം എൻ്റെ ബ്ലഡ് പ്രഷർ ഒരു റീഡിങ് കൂടുതൽ കാണിച്ചു. അപ്പോൾ അവർ വിചാരിച്ചു സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഡേ സർജറി ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ടെൻസ്ഡ് ആയിരിക്കും. പിന്നീടുള്ള എല്ലാ വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ അകത്തും എൻ്റെ ബ്ലഡ് പ്രഷർ റീഡിങ് കൂടി വന്നു. അപ്പോൾ ആദ്യം തന്നെ അവരെന്നെ ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ടുള്ള ബ്ലഡ് പ്രഷറിൻ്റെ ടാബ്ലറ്റ് തന്നു. അപ്പോൾ ഓരോ റീഡിങ്ങിലും കൂടി വന്നു. ലാസ്റ്റിൽ അവരെന്നെ 15 മിനിറ്റിൽ മോണിറ്ററിലിട്ടു. അപ്പോൾ ഓരോ തവണയും ചെക്ക് ചെയ്യുമ്പോഴും എൻ്റെ ബ്ലഡ് പ്രഷർ കൂടുന്നതല്ലാതെ എൻ്റെ ശരീരം ഈ ടാബ്ലറ്റ്സിനോട് ഒന്നും പ്രതികരിക്കുന്നില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ എന്നെ 8 മണിക്ക് തിയേറ്ററിലോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതുവരെയും ഓരോ റീഡിങ്ങും കൂടുന്നതല്ലാതെ 1 ഇഞ്ച് പോലും കുറയുന്നില്ല. സർജറി ടീം മുഴുവനും, അതായത് തിയേറ്ററിലുള്ള എൻ്റെ ന്യൂറോ സർജനും ബാക്കി ടീംസ് എല്ലാം എന്നെ കാണാൻ വന്നു. അവരെന്നോട് പറഞ്ഞു, രാജി, നിൻ്റെ സർജറി ഇന്ന് ചെയ്യുവാൻ സാധിക്കില്ല. കാരണം നിനക്കറിയാമല്ലോ, ഇത്രയും ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന നിനക്ക് ബ്രെയിനിലൊരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം. അപ്പം അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് നിൻ്റെ ശരീരം ബ്ലഡ് പ്രഷർ ടാബ്ലറ്റിനോട് പ്രതികരിക്കാത്തത് എന്ന് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആയിരുന്നു പിന്നീട് നടന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ ക്യാൻസറസ് ആണോ, കിഡ്നിയിലെ പ്രോബ്ലം ആണോ, അങ്ങനെയുള്ള ഇതിനു വേണ്ടി നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഡിസ്ചാർജായി വീട്ടിലെത്തി കഴിഞ്ഞ് വീണ്ടും ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടത് കൊണ്ടാണ് എൻ്റെ സർജറി നടക്കാത്തതെന്ന്. കാരണം എനിക്ക് കോംപ്ലിക്കേഷൻസ് വരരുതെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നീട് കൂടുതൽ കൃപാസനത്തിലെ പ്രാർത്ഥനകളും എല്ലാം ഞാൻ ഉറങ്ങുന്ന ഒഴിച്ച് ബാക്കി സമയത്തെല്ലാം ഞാൻ കാണാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മനസ്സിലൊരാഗ്രഹം വന്നു, ഇവിടെ അച്ഛൻ്റെ ധ്യാനം നടക്കുമ്പോൾ എനിക്ക് UK-ലിരുന്ന് അത് കാണണമെന്ന് ഒരാഗ്രഹം. അങ്ങനെ ഒക്ടോബർ 19-ാം തീയതി 2021 ഇവിടുത്തെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചയിൽ നടക്കുമ്പം ഞാൻ UK-ലിരുന്ന് അത് കാണുകയാണ്. അപ്പോൾ എനിക്ക് 2 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ ആൾക്ക് 1 വയസ്സേ ആയിട്ടുള്ളായിരുന്നു. അപ്പം അവളും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ. അച്ഛൻ്റെ ധ്യാനം നടക്കുന്നു. എൻ്റെ മൊബൈലിലും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, എൻ്റെ TV-യിലും ലിവിങ് റൂമിലും ഉണ്ട്. അപ്പം അച്ഛൻ ആരാധനയുടെ സമയമായപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ യേശു തൊടാൻ പോകുകയാണെന്ന്. അപ്പം നിങ്ങൾക്കതൊരു വൈബ്രേഷനായിട്ടോ ഷോക്കായിട്ടോ ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഓൾറെഡി എനിക്ക് ബ്ലഡ് പ്രഷറിൻ്റെ ടാബ്ലറ്റുകൾ കഴിച്ചു തുടങ്ങി. അപ്പോൾ രാവിലെ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കിനും എൻ്റെ പ്രഷർ ഒത്തിരി താന്ന് ഞാൻ തല ഇറങ്ങിപ്പോൾ. അപ്പം ഞാൻ ഓർത്തു, അച്ഛൻ പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ യേശുവിനെ കാണും. ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാനെങ്ങാനും കാണുമോ, ഇപ്പം ഞാൻ തന്നെ ഈ വീട്ടിലുള്ളൂ, എൻ്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഇപ്പോഴെങ്ങാണ് യേശു എന്നെ മുമ്പിൽ വന്നാൽ ഞാൻ എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. പെട്ടെന്ന് ഞാൻ പോയി സെറ്റിയിലിരുന്നു. അതിനുശേഷം കുഞ്ഞിനെ ചേഞ്ച് ചെയ്യേണ്ട സമയമായി. ഞാൻ കുറച്ച് നേരത്തേക്ക് ഈ ധ്യാനത്തിൻ്റെ കാര്യം മറന്നുപോയി. പെട്ടെന്ന് ഞാൻ നിലത്തിരുന്ന് കാർപ്പറ്റിലിരുന്ന് ഇവളെ ചേഞ്ച് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ നെറ്റിയിലേക്ക് ഒരു ബുള്ളറ്റ്, ഗൺ ഷോട്ട് പോലെ ഒരു ഫീലായിരുന്നു എനിക്ക്. ഒരു ബുള്ളറ്റ് കയറിപ്പോയി. എൻ്റെ തലയുടെ പകുതി ഭാഗം, അതായത് എൻ്റെ റൈറ്റ് സൈഡ് ഫുള്ള് പെയിൻ എടുക്കാൻ തുടങ്ങി. ലെഫ്റ്റ് സൈഡിൽ എനിക്ക് ഒട്ടും പെയിനില്ല. ആ പെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നെ യേശു തൊട്ടതാണെന്ന്. അപ്പോഴത്തേക്കിനും ഞാൻ ഇത്രയും ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ സ്തുതിപ്പും എല്ലാം ഞാൻ പഠിച്ചു. ഞാൻ അവിടെ ഇരുന്ന് 2 കൈയും പൊത്തി ഞാൻ യേശുവിനെ സ്തുതിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് കരയുക. എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയുള്ളൂ, ഈ 1 വയസ്സായ കുട്ടിയും. എന്നിട്ട് ഞാൻ എൻ്റെ അടുക്കളയിലെത്തി. അടുക്കളയിൽ ചെന്നപ്പോഴത്തേന് എനിക്ക് സുഗന്ധ അഭിഷേകം ആണ്. അതായത് സെൻറ്റഡ് ക്യാൻഡിൽ, ഒരെണ്ണമൊന്നുമല്ല, ഒരു 50 ക്യാൻഡിൽ കത്തിച്ച് വെച്ചാലുള്ള മണം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും ഞാനങ്ങനെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരിൽ നിന്നൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ട്, മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും സുഗന്ധാഭിഷേകമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ധൈര്യമായി. എന്നെ ഈശോ തൊട്ടു, എൻ്റെ അടുത്ത് ഈശോയും മാതാവും വന്നു എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ചുകൂടെ ധൈര്യമായി എനിക്ക്. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കിന് പലരുടെയും സാക്ഷ്യത്തിൽ നിന്ന് മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് ഞാൻ പോകുന്നിടത്തെല്ലാം കാണും. അതുപോലെ ഓരോരുത്തർ പറയും അവർ പോക്കറ്റിലിട്ടുകൊണ്ട് പോയി, അതുപോലെല്ലാം ഞാനും ചെയ്യും. എന്നിട്ട് മാതാവിനോട് ഞാൻ പിന്നെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മാതാവേ, നിനക്കിഷ്ടമുണ്ടെങ്കിൽ എന്നെ ഈ കൃപാസനത്തിൽ എത്തിക്കണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ 1 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് നാട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഞാനും നാട്ടിൽ വന്നോട്ടെ എന്ന്. അപ്പോൾ സർജറിക്ക് മുമ്പായിട്ടുള്ള എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ വരാൻ തീരുമാനിച്ചു. പിന്നെ ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തേക്കിന് കൃപാസനത്തിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു അതിന് ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ നവംബറിൽ നാട്ടിലെത്തി.
അപ്പോൾ എൻ്റെ വീട് തിരുവല്ലയാണ്. തിരുവല്ലയ്ക്ക് പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ തിരുവല്ലയിൽ നിന്ന് വരുമ്പോഴോ കൃപാസനത്തിൽ ഞാൻ വരാമായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ആ സമയത്ത് മഴയൊക്കെ കാരണം ഞങ്ങൾ തിരുവല്ല പോക്ക് ക്യാൻസലായി. അപ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഫാമിലിയും വീട്ടിലെത്തി. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തവരാണ്. ആ ചേച്ചി കാശുരൂപം എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ കൃപാസനത്തിൽ പോകാൻ ആഗ്രഹിച്ച് വന്നതാണ്, പക്ഷേ മഴയൊക്കെ കാരണം എനിക്ക് പോകാൻ പറ്റില്ല. ചേച്ചി പറഞ്ഞു, നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ തീർച്ചയായും പോയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടനും ചേച്ചി എൻ്റെയും ഹസ്ബൻഡേയും കൂടെ ഞാൻ ഈ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊന്നും അറിയത്തില്ല, ഇവിടെ എന്താണെന്നും ഒന്നും എനിക്കറിയത്തില്ല. ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ഈ പറയുന്ന ഉടമ്പടി എന്താണെന്ന് അറിയില്ല, എനിക്ക് എടുക്കാമോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വന്നിട്ട് കൗണ്ടറിൽ ഞാൻ ആദ്യം ചോദിച്ചു, എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവിടെ ഇരുന്ന ചേട്ടൻ പറഞ്ഞു, മോൾ ആദ്യം ഉടമ്പടി എടുക്കുക. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഹിന്ദുവാണ്. ചേട്ടൻ പറഞ്ഞു, അതൊന്നും ഒരു കുഴപ്പമില്ല, നീ ഉടമ്പടി എടുക്ക്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തല കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ സാക്ഷ്യം പറയാനായിട്ട് പോരാൻ പറഞ്ഞു. എൻ്റെ ഉടമ്പടിയിലെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സർജറി തന്നെയായിരുന്നു. എൻ്റെ സർജറി യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ നടക്കണമെന്നായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ നവംബറിൽ തിരിച്ചു പോയി. നെക്സ്റ്റ് ഇയർ 2022 ജനുവരി 12 എൻ്റെ ബ്രെയിൻ ട്യൂമർ സർജറി നടന്നു. 13 മണിക്കൂർ എടുത്ത സർജറി ആയിരുന്നു. അതായത് രാവിലെ എന്നെ കേട്ടിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഡോക്ടർ വിളിക്കുന്നത് രാത്രി 11:30 ആയപ്പോഴത്തേക്കിനാണ് വിളിക്കുന്നത്. അപ്പം പക്ഷേ ഞാൻ വിചാരിച്ച പോലുള്ള ഒരു പേടിപ്പെടുത്തുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു, എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗമാണത്, അതെനിക്ക് സാധിച്ചു കിട്ടി. രണ്ടാമത്തെ ഞാൻ വെച്ചിരുന്നത്, എനിക്കിങ്ങനെ ബ്രെയിൻ ട്യൂമർ ആണെന്നൊക്കെ ഡയഗ്നോസ് വന്നപ്പോഴത്തേക്കിന് ഞാൻ UK എത്തിയിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിലും ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീടിനെ പറ്റിയൊന്നും ചിന്തിച്ചില്ല. പക്ഷെ അപ്പം ഞാൻ ചിന്തിച്ചു തുടങ്ങി, എനിക്കെന്തെങ്കിലും പറ്റിയാലും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ കുട്ടികൾക്കും ഒരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനെ ഞങ്ങളുടെ സ്ട്രീറ്റിൽ തന്നെ ഒരു വീട് അവർ വിൽക്കാനിട്ടു. ഇവിടെ വന്ന് ഞാനതൊരു ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. അതായത് ഡിസംബർ 25, 2021 എന്നുള്ള ഡേറ്റ് ഇട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ ഇവിടുന്ന് തിരിച്ച് UK എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ എന്തിനാണ് ഈ 25 എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇട്ടേ. കാരണം UK 25 ഡിസംബർ 25, 26 അവിടെ പബ്ലിക് ഹോളിഡേ ആണ്. അന്ന് ഒരിക്കലും ഒരു വീടിൻ്റെ കീ നമുക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. എനിവേ ഈ പറഞ്ഞിരിക്കുന്ന ഹൗസ് ഓണറിനെ ഞാൻ വിളിച്ച് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വാടകയ്ക്ക് മാറിക്കോട്ടെ, വാടകയ്ക്ക് നിന്നുകൊണ്ട് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന്. അവരെന്നോട് പറഞ്ഞു, അവർ സമ്മതിച്ചു. ഒരു പാകിസ്ഥാനി സ്ത്രീ ആയിരുന്നു, അവർ സമ്മതിച്ചു. ഞാൻ ഈ വീട്ടിലോട്ടൊരു വാടകക്കാരിയായിട്ട് മാറുന്നത് ആ വർഷത്തെ ഡിസംബർ 25. അത് 3-4 ദിവസം അവധി ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ആ ദിവസം തന്നെ മാറി. എൻ്റെ സർജറി ജനുവരി 22, 12 കഴിഞ്ഞത്. ഫെബ്രുവരിയിലാണ് എൻ്റെ വീട് വാങ്ങിക്കാനുള്ള പേപ്പർ വർക്ക്സ് എല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ പേരിൽ വീട് കിട്ടിയെങ്കിലും പിന്നീട് ഇരുന്ന് ആലോചിച്ചപ്പം ശരിയാണ്, ഞാൻ ഡേറ്റ് ഇട്ട അതേ ഡേറ്റിൽ വാടകയ്ക്കാണെങ്കിലും ആ വീട് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ ഡേറ്റിൽ എനിക്ക് ആ വീട് കിട്ടുകയും ചെയ്തു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ വീടിനെ പറ്റി പറയുമ്പോഴത്തേക്കിനും ഞാൻ ഓൾറെഡി സിക്ക് ലീവിലാണ് ഇരിക്കുന്നത്. UK ഉള്ളവർക്കറിയാം, മോർഗേജ് അല്ല ഹൗസിംഗ് ലോണിനൊന്നും ആരും സിക്ക് ലീവിൽ സാലറി കുറയുന്ന അവസരത്തിൽ ആരും അപ്ലൈ ചെയ്യത്തില്ല. എനിക്കന്ന് സിക്ക് പേ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ എൻ്റെ സാലറി സ്ലിപ്പിനെക്കാട്ടിൽ എനിക്ക് ജോലിയുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരുന്നു ബാങ്കിന്. അങ്ങനെ ആ സിക്ക് പേയിൽ ഇരുന്നു കൊണ്ടാണ് ദൈവം എനിക്ക് ആ വീട് നൽകിയത്. മൂന്നാമത്തെ എൻ്റെ നിയോഗം എൻ്റെ പേരൻസിന് വേണ്ടി, എൻ്റെ പപ്പ, മമ്മി, ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മ, ഞങ്ങൾ 4 പേർക്കും ഇപ്പോൾ ഉള്ള രോഗങ്ങൾ അതെന്തോ ആയിക്കോട്ടെ അതിൽ കൂടുതലൊന്നും കൊടുക്കരുത്. കാരണം ഞങ്ങൾ പുറത്താണ്, എപ്പോഴും അവരുടെ അടുക്ക ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ ഉള്ളത് കാരണം അവർക്കുള്ള രോഗങ്ങൾ എന്താണോ അതിൽ കൂടുതലായിട്ടൊന്നും കൊടുക്കരുത്. അപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞ് 1-2 മാസം ആയപ്പോഴത്തേക്കിന് അച്ഛന് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിട്ട് പെട്ടെന്ന് ICUവിൽ അഡ്മിറ്റായി. ഹസ്ബൻഡ് എമർജൻസി ആയിട്ട് നാട്ടിലെത്തി. അപ്പം അച്ഛന് സ്കാൻ ചെയ്തപ്പോഴത്തേക്കിന് സ്കാൻ റിപ്പോർട്ട് പ്രകാരം സിറോസിസ് ഓഫ് ലിവർ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അച്ഛന് വേണ്ടി ഇവിടുത്തെ ഉടമ്പടി തൈലം അച്ഛന് വേണ്ടി ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോഴും എനിക്കൊരു ഭയങ്കര ധൈര്യം ഉണ്ടായിരുന്നു, അച്ഛനൊന്നും സംഭവിക്കത്തില്ല, കാരണം ഞാൻ ഉടമ്പടി എടുത്തതാണെന്നുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു. ലാസ്റ്റിൽ എൻഡോസ്കോപ്പി ചെയ്തു. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. സിറോസിസ് എന്നുള്ള ഡയഗ്നോസിസ് ഫൈനലായിട്ട് ഡോക്ടർ പറയാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയി പുള്ളി.
അകത്ത് കയറിയിരുന്ന് വീഡിയോ കാണിച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു അതൊരു ചെറിയ അൾസറാണെന്ന് മാത്രം. അതായത് അച്ഛൻ മരുന്ന് കഴിച്ചതിൻ്റെ ഫലമായിട്ടുള്ള ഇറിറ്റേഷനായിട്ട് ഒരു അൾസർ ഉണ്ടായി. അച്ഛൻ ബ്ലഡ് തിന്നർ എടുക്കുന്നത് കൊണ്ട് അത് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആയിട്ട് വന്നാണ്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റി. അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ക്യൂറായി വീട്ടിലെത്താനും സാധിച്ചു. പിന്നെ എൻ്റെ 6ാമത്തെ നിയോഗമായി ഞാൻ വെച്ചിരുന്നത്, ഞാനവിടെ ഫസ്റ്റ് പോയപ്പോൾ ഒരു കെയർ ഹോമിലെ നഴ്സായിട്ടും പിന്നീട് ഞാൻ പ്രൈവറ്റിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞാലും എനിക്കത്ര ഹെവി ആയിട്ടുള്ളൊരു ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ലൈറ്റായിട്ടുള്ള അത്ര ബെഡ് സൈഡ് അല്ലാത്തൊരു ഇതിൽ എനിക്ക് ജോലി കിട്ടണമെന്നായിരുന്നു. അതും അവിടുത്തെ NHSൽ കിട്ടണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. അതിൻ്റെ ഇതായിട്ട് എനിക്ക് NHSലെ ഒരു OPDയിലാണ് ഞാനിപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത്രയുമൊക്കെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും മാധ്യസ്ഥം വഹിച്ച അമ്മ മാതാവിനും 1000 നന്ദി. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 37-38 തിരുവചനങ്ങളാണ്. ഈ അനുഭവ സാക്ഷ്യം, അതുപോലെ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മോട് പറയുക ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്നാണ്. അതറിഞ്ഞ് അതിന് ആമേൻ പറഞ്ഞത് പരിശുദ്ധ അമ്മ തന്നെയാണ്. ആ അമ്മയുടെ മാധ്യസ്ഥമാണ് ഓരോ സാക്ഷ്യത്തിലും നമുക്ക് കേൾക്കുവാൻ കഴിയുക. അതായത് ബ്രെയിൻ ട്യൂമർ ആയിരുന്ന മകള്, അത് 100% ട്യൂമർ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ സർജറി ചെയ്യണം എന്ന ഈ മകളുടെ നിയോഗം അതുപോലെ തന്നെ അമ്മ മാതാവ് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുകയാണ്. പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. പിന്നീട് ഇവർ UK ഒരു വീട് സ്വന്തമാകുന്നു. വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടെങ്കിലും വീടൊന്നും ഇവർക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ വീട് സ്വന്തമാക്കിയതിൻ്റെ ഓരോ നടപടികൾ, അതായത് അതൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു. സിക്ക് ലീവിലുള്ളപ്പോൾ ആ സാലറി മാത്രം കിട്ടുമ്പോൾ അതൊന്നും ആരും ഒരിക്കലും സമ്മതിക്കാത്ത കാര്യം. എന്നാൽ അവിടെയും ഈ മകളെ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ സംരക്ഷിക്കുന്നു. പിന്നീട് തൻ്റെ അച്ഛൻ്റെ രോഗസൗഖ്യം, അതുപോലെ ഒരു പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തിരുന്ന ഈ മകൾക്ക് പിന്നീട് ഗവൺമെൻറ്റിൽ ഒരു പെർമനൻറ്റ് ജോബ് തന്നെ ലഭിക്കുകയാണ്. അങ്ങനെ ഈ മകൾ പറഞ്ഞു ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണ് എന്ന്. തൻ്റെ നോൺ ക്രിസ്ത്യൻ എന്നുള്ളതല്ല ഇവിടെ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക. ഈശോയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോൾ അവിടെയൊക്കെ അവരുടെ ജീവിതത്തിൽ തങ്ങൾക്ക് നേരിടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഓരോ മക്കൾക്കും സൗഖ്യം ലഭിക്കുന്നത്, കൃപകൾ ലഭിക്കുന്നതെന്നാണ് നാം കണ്ടത്. തൻ്റെ യൂട്യൂബ് ധ്യാനങ്ങളൊന്നും ഈ മകൾ മുടക്കാറില്ല, എല്ലാവർക്കും ഷെയർ ചെയ്യും എന്നൊക്കെയാണ് സിസ്റ്റിനോട് പറഞ്ഞത്. അതുപോലെ തന്നെ കൃപാസന പത്രം അതൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നതിലൊക്കെയുള്ള ആഗ്രഹവും തീഷ്ണതയും ഇതൊക്കെ, അതുപോലെ ജപമാല പഠിക്കുവാനും അത് പ്രാർത്ഥിക്കുവാനുമൊക്കെ ഈ മകൾ എടുത്ത ആ ഒരു നന്മ, ഇതൊക്കെ നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും, മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന ചിന്തയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ വിശുദ്ധ ഗ്രന്ഥം ഭാഗം നമ്മുടെ ജീവിതത്തിലും നിവർത്തികതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.